Hi everyone, and next we going to discuss some more illustrative problems from profit or gains of business or profession. So first question, following is the trading and profit and loss account of a mill. So here a profit and loss account of a trading company and some adjustments also given, for adjustments, and we need to compute the ബിസിനസ് ഇൻകം ആസ് പെർ ഇൻകം ടാക്സ് ആക്ട്. അപ്പൊ ഇൻകം ടാക്സ് പ്രകാരം ഈ ബിസിനസ് എത്ര ഇൻകം ഏൺ ചെയ്യുന്നു ഇൻകം ടാക്സ് പ്രകാരം. അപ്പോൾ നമുക്കറിയാം, സാധാരണ ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പോലെയല്ല ഇൻകം ടാക്സിൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബിസിനസ്സിൽ അലൗഡ് ആയിട്ടുള്ള പല ഇൻകംസും എക്സ്പെൻസസും ഇൻകം ടാക്സ് പ്രകാരം അലൗഡ് അല്ല. അപ്പൊ അതെല്ലാം മാറ്റി നമ്മൾ ഇൻകം ടാക്സ് പ്രകാരമുള്ള ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസസ്, ദെൻ ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസ്. അപ്പം നമുക്കിതിൽ എങ്ങനെയൊക്കെയാണ് നോക്കാം. അതിൽ ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഒന്നും നമ്മൾ നോക്കേണ്ടത്, അതൊക്കെ എന്താണ്, ബിസിനസ് റിലേറ്റഡ് ആണ്. ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് എടുക്കുക. നെറ്റ് പ്രോഫിറ്റ് 1,09,000. ഇതിൽ നിന്ന് നമ്മൾ അലൗബിൾ അല്ലാത്ത എക്സ്പെൻസസ്, അലൗബിൾ അല്ലാത്ത ഇൻകംസ് മാറ്റണം. അപ്പോൾ ആദ്യം നെറ്റ് പ്രോഫിറ്റ്. സോ ഫസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ഐറ്റം അലൗബിൾ അല്ലാത്ത ഐറ്റംസ് നോക്കുക. അപ്പൊ ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, ദെൻ പർച്ചേസ്, വേജസ്, ഇതൊക്കെ എന്താണ്, ബിസിനസ്സുമായി റിലേറ്റ് ചെയ്തതാണ്. അപ്പൊ അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, മാറ്റേണ്ട ആവശ്യമില്ല. ആൻഡ് നെക്സ്റ്റ് ഐറ്റംസ്, ദെൻ സാലറി, റെന്റ് പറഞ്ഞു. ദെൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ്, ഡിസലൗഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്. അപ്പൊ അത് എന്ത് ചെയ്യണം, ആ എക്സ്പെൻസ് വന്നപ്പോൾ നമ്മളെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ തിരിച്ചത് എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. സോ ഡിസലൗഡ് ആയിട്ടുള്ള ഒന്നാമത്തെ ഐറ്റം ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആൻഡ് നെക്സ്റ്റ് വൺ, ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ ശരിക്കും എന്താണ്, സാധാരണ ബിസിനസ്സിൽ വരുന്ന എക്സ്പെൻസ് ആണ്. പക്ഷെ ഇതില് ഡിപ്രീസിയേഷൻ അലൗബിൾ ആയിട്ടുള്ളത് വെറും 10,000 ആണ്. ഇവിടെ ഡിപ്രീസിയേഷൻ 12,000 അലൗ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്നുകിൽ ഡിഫറൻസ് ആയിട്ടുള്ള 2,000 മാത്രം അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഇതിൽ ചെയ്തിട്ടുള്ളത് തിരിച്ചാണ്. ഇതിൽ ആദ്യം ഡിപ്രീസിയേഷൻ 12,000 ഇവിടെ എന്ത് ചെയ്തു, ആദ്യം ഒഴിവാക്കി. എന്നിട്ട് ഇവിടെ 10,000 അലൗബിൾ ആയിട്ടുള്ള ആഡ് ചെയ്തു. ഇതിൽ ഇത്രേ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഈ ഡിസലൗഡ് ആയിട്ടുള്ള ഈ 2,000 തിരിച്ച് ആഡ് ചെയ്താൽ മതി. ഒന്നുകിൽ ഇവിടെ 12,000 ഡിസലൗഡ് ആയിട്ടുള്ളത് ആഡ് ചെയ്യുക, ദെൻ അലൗബിൾ ആയിട്ടുള്ള 10,000 ലെസ് ചെയ്യുക. ഇതിൽ 10,000 രൂപ മാത്രമേ ഡിപ്രീസിയേഷൻ അലൗബിൾ ആയിട്ട് ഡിഡക്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ 10,000 ഡിഡക്ട് ചെയ്തു, അലൗബിൾ അല്ലാത്ത 12,000 ആഡ് ചെയ്തു. ഇതിന്റെ മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഇതിന്റെ ഡിഫറൻസ് ആയിട്ടുള്ള 2,000 അലൗബിൾ അല്ലാത്തത് എത്ര രൂപയുള്ളത്, 2,000 റുപ്പീസ്. സോ 2,000 ആഡഡ് ബാക്ക്. അങ്ങനെയും ചെയ്യാം. ഓക്കെ, ദെൻ അപ്പൊ ഡിപ്രീസിയേഷൻ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ദെൻ സ്റ്റാഫ് വെൽഫെയർ ഫണ്ട്. സ്റ്റാഫ് വെൽഫെയർ ഫണ്ട് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേഷൻ പ്രകാരം എന്താ പറയുക, അലൗഡ് അല്ല. അതുകൊണ്ട് ഇതെന്ത് ചെയ്യണം, തിരിച്ച് ആഡ് ചെയ്യണം. അലൗബിൾ അല്ലാത്തൊരു എക്സ്പെൻസ് ആണ്. ദെൻ ഓഫീസ് എക്സ്പെൻസ് ബിസിനസ് റിലേറ്റഡ് ആണ്. ബാഡ് ഡെപ്റ്റ് അലൗബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. ബട്ട് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ദാറ്റ് ഈസ് നോട്ട് ആൻ അലൗബിൾ എക്സ്പെൻസ്. സോ ദാറ്റ് ഈസ് ആഡഡ് അഗെയിൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് മുമ്പ് ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു അലൗബിൾ ആയിട്ടുള്ള എക്സ്പെൻസ് ഏതൊക്കെയാണ്, ഇൻകംസ് ഏതൊക്കെയാണ്. അത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്നാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. ദെൻ LIC, ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു പേഴ്സണൽ. സോ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് റിലേറ്റിംഗ് ടു ബിസിനസ്, ദാറ്റ് ഈസ് ഓൾസോ ഡിസലൗഡ് എക്സ്പെൻസ്. സോ ദാറ്റ് ഈസ് ആഡഡ് അഗെയിൻ. ദെൻ ലേബർ വെൽഫെയർ എക്സ്പെൻസ് ഈസ് അലൗബിൾ എക്സ്പെൻസ്. സോ അലൗബിൾ അല്ലാത്തത് ഇതിൽ വരുന്നത് എന്തൊക്കെയാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ദെൻ ഡിപ്രീസിയേഷൻ 2,000 ആണ് അലൗബിൾ അല്ലാത്തത്. ഇതിൽ ചെയ്തത് 12,000 ഇവിടെ ആഡ് ചെയ്തിട്ട് പിന്നെ 10,000 ലെസ് ചെയ്യാൻ ചെയ്തത്, അല്ലെങ്കിൽ 2,000 മാത്രം ആഡ് ചെയ്യാം. ദെൻ സ്റ്റാഫ് വെൽഫെയർ ഫണ്ട്, provision for bad debt, and life insurance premium. These are the items are disallowed expenses. So that is that items added again. Then നെക്സ്റ്റ് ഇൻകംസ് നമുക്ക് നോക്കാം. ഡിസലൗഡ് ഇൻകംസ് എന്തൊക്കെയുണ്ട് നോക്കാം. ഇതിൽ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, ദാറ്റ് ഈസ് നോട്ട് ആൻ ഇൻകം ഫ്രം ബിസിനസ്. സോ ദാറ്റ് ഈസ് ഡിസലൗഡ് ഇൻകം. സോ ദാറ്റ് ഈസ് ഡിഡക്റ്റഡ്. കാരണം എന്താ, ഈ ഇൻകം എന്ന് പറഞ്ഞാൽ ബിസിനസ് എന്നുള്ള ഇൻകം അല്ല. ഈ ഇൻകം വന്നപ്പോൾ ബിസിനസിന്റെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതിനാണ് ഇത് ലെസ് ചെയ്യുന്നത്. ദെൻ ഡിപ്രീസിയേഷൻ നേരത്തെ പറഞ്ഞു. ദെൻ ഇനി അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ ഇതിൽ ഐറ്റംസ് കഴിഞ്ഞ് അഡ്ജസ്റ്റ്മെന്റ് നോക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഓവർ വാല്യൂഡ്. അപ്പൊ അത് മുമ്പ് പറഞ്ഞു തന്നതാണെങ്കിലും ഒന്നുകൂടി പറയാം.
ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും വാല്യൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അത് സംഭവിച്ചത് എന്ത് ചെയ്യും? ഒന്നുകൂടി പറയാം. അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്, അത് പ്രോഫിറ്റ് റെഡ്യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് ആഡഡ് ബാക്ക് ചെയ്യണം. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്താ? ഓവർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് അണ്ടർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതെന്ത് ചെയ്യും? that increase the profit of the business. പ്രോഫിറ്റ് കൂടുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഡിഡക്റ്റഡ് ഫ്രം നെറ്റ് പ്രോഫിറ്റ് അഗെയിൻ. ഓക്കെ, അപ്പൊ അതൊന്ന് എഴുതി വെക്കുക കേട്ടോ. എന്താണ് അത് എഴുതി തന്നിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി നോക്കുക. അണ്ടർ വാല്യുവേഷൻ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ആൻഡ് ഓവർ വാല്യുവേഷൻ ഓഫ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യുക. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡിഡക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഓവർ വാല്യൂഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പ്രോഫിറ്റ് കൂടും. അപ്പോൾ അതെന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. അപ്പോൾ അത് ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്തത് ലെസ് ചെയ്യുക. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് അണ്ടർ വാല്യൂ ചെയ്യുകയാണെങ്കിൽ ആഡ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്ക് ഓവർ വാല്യൂ ചെയ്യുകയാണെങ്കിൽ ലെസ് ചെയ്യുക. ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് വരിക കേട്ടോ. ദെൻ അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞു. ദെൻ ഇനി വരുന്ന അഡ്ജസ്റ്റ്മെന്റ്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് നോട്ട് അക്കൗണ്ടഡ് ഫോർ 6,000. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെൻസസ് ആണ്. വേജസ് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, അത് അക്കൗണ്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അക്കൗണ്ട് ചെയ്യാത്തതുകൊണ്ട് അത് പ്രോഫിറ്റ് കൂട്ടി കാണിച്ചിട്ടുണ്ടാവും. ഇത് അക്കൗണ്ടിൽ എഴുതിയിട്ടില്ല. ഇത് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ്, പക്ഷെ ഇത് കണക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതും കൂടി വന്നാൽ പ്രോഫിറ്റ് ഒന്നുകൂടി കുറയും. അപ്പൊ അത് കുറയ്ക്കണം. അപ്പൊ 6,000 ഇത് കണക്കിൽ വന്നിട്ടില്ല എന്നാ പറയുന്നത്. സോ 6,000 നമ്മുടെ പ്രോഫിറ്റ് എന്ന് ലെസ് ചെയ്യണം. അതുപോലെ ഇൻകം അക്രൂഡ് ബട്ട് നോട്ട് അക്കൗണ്ടഡ്. ഈ ഇൻകം കിട്ടാനുള്ളതാണ്, പക്ഷെ അത് അക്കൗണ്ട് ചെയ്തിട്ടില്ല. 4,000 ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്, ഡ്യൂ ആയിട്ടുണ്ട്. ഡ്യൂ ആയാൽ നമുക്കത് ഇൻകം ടാക്സ് അടയ്ക്കണം എന്നാണ്. സോ അത് കിട്ടാനുണ്ട്, 4,000 ഡ്യൂ ആയിട്ടുണ്ട്, പക്ഷേ അക്കൗണ്ടിൽ എഴുതിയിട്ടില്ല. അപ്പൊ ഇതെന്ത് ചെയ്യണം? പ്രോഫിറ്റ് കൂടേണ്ട ഐറ്റമാണ്, കിട്ടാനുള്ളതാണ്. സോ ദാറ്റ് ഈസ് ആഡഡ് അഗെയിൻ 4,000. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ബിസിനസ് ഇൻകം കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഒരു ബിസിനസ് ഇൻകം ചെയ്യുന്ന രീതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. This question relating to a profession. Following is the receipt and payment account of Dr. Krishnan, and here the receipts and here payments. And compute income from profession taking into account the following information. കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. Depreciation allowable on car and surgical equipments 15%. 1/3 of the motor car expenses are in respect of personal use. Then ഇതിൽ നമ്മൾ പറഞ്ഞത് പ്രൊഫഷന്റെ ഇൻകം എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ്. പ്രൊഫഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ഒന്നുമില്ല. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, വരവുകളും ആ ഒരു പ്രൊഫഷനുള്ള ചെലവുകളെ തന്നിട്ടുള്ളൂ. അപ്പൊ അതിൽ നിന്ന് ആ പ്രൊഫഷനിലുള്ള ഇൻകം ടാക്സ് പ്രകാരമുള്ള ഇൻകം എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകംസ്. ദെൻ ദിസ് ആർ ദി എക്സ്പെൻസസ് ഓർ പേയ്മെന്റ്സ്. അപ്പൊ എന്തൊക്കെയാണ് റെസിപ്റ്റ് ഉള്ളത് നോക്കാം. ബാലൻസ് ബ്രോഡൗൺ. ബാലൻസ് ബ്രോഡൗൺ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ബാക്കി വന്ന എമൗണ്ട് ആണ്. അപ്പൊ ഇത് ഓൾറെഡി ടാക്സ് അടച്ചു കഴിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ ബാക്കി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ടാക്സ് അടച്ചു പോയതിന്റെ എമൗണ്ട് ആണ്. ദെൻ നെക്സ്റ്റ് ഐറ്റം, നമ്മൾ പ്രൊഫഷനുമായി റിലേറ്റ് ചെയ്ത ഇൻകംസ് എല്ലാം റെസിപ്റ്റ് എല്ലാം ആഡ് ചെയ്യുക, എക്സ്പെൻസസ് എല്ലാം ലെസ് ചെയ്യുക. ദെൻ ദാറ്റ് ഈസ് പ്രൊഫഷണൽ ഇൻകം. അപ്പോൾ കൺസൾട്ടേഷൻ ഫീസ് ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു പ്രൊഫഷൻ. ദെൻ വിസിറ്റിംഗ് ഫീസ് ദാറ്റ് ഈസ് ഓൾസോ റിലേറ്റിംഗ്, മേ ബി ഒരു ഡോക്ടർ ആവാം, കാരണം കൺസൾട്ടേഷൻ ഫീസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഒരു ഡോക്ടർ പ്രൊഫഷൻ ആയിരിക്കാം. അപ്പോൾ കൺസൾട്ടേഷൻ ഫീ, visiting fee and sale of medicine, these all are relating to the profession. Then interest on securities, എവിടെയോ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, that is not relating to his profession. So this is not come under this income of profession. അപ്പോൾ ഇത് ഡിസലൗഡ് ആണ്. ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക്, അതുപോലെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തതിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, അതും ഇതിന് റിലേറ്റഡ് അല്ല. ബാങ്കിൽ നിന്ന് ലോൺ, that is also not relating to the profession. Then income tax refund, മുമ്പ് അടിച്ചതിന്റെ ഇൻകം ടാക്സ് റീഫണ്ട് ചെയ്തത്, ദാറ്റ് ഈസ് ഓൾസോ നോട്ട് റിലേറ്റിംഗ് ടു ദ പ്രൊഫഷൻ. എന്തൊക്കെ മാത്രമേ ഇതിൽ വരുന്ന ഇൻകംസ് ഉള്ളൂ? കൺസൾട്ടേഷൻ ഫീസ്, വിസിറ്റിംഗ് ഫീസ്, സെയിൽ ഓഫ് മെഡിസിൻസ്. സോ റെസിപ്റ്റ് ഈ 3 ഐറ്റേ ഉള്ളൂ. സോ അതിന്റെ ടോട്ടൽ. ഇനി പേയ്മെന്റ്സിൽ എന്തൊക്കെയാണ് ഇതിൽ റിലേറ്റ് ചെയ്തിട്ടുള്ളത്? പ്രൊഫഷനുമായി റിലേറ്റ് ചെയ്തത് സാലറി ടു സ്റ്റാഫ്, കോസ്റ്റ് ഓഫ് മെഡിസിൻസ്, ഇതൊക്കെ എന്താണ്? റിലേറ്റിംഗ് ടു പ്രൊഫഷണൽ എക്സ്പെൻസസ്. Then surgical equipments, motor car purchase. These 2 items are capital assets.
ക്യാപിറ്റൽ അസറ്റ്സ് എന്തല്ല, ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ക്യാപിറ്റൽ ഇതിലാണ് വരുന്നത്. സോ ഈ 2 ഐറ്റംസ് എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ലോങ് ടേമിന് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇൻകം ടാക്സ് പ്രകാരം നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ ഇതിൽ വരില്ല. പക്ഷേ കാർ എക്സ്പെൻസസ് എന്ത് വരും, ഇതിലാണ് വരുന്നത്. കാർ എക്സ്പെൻസസിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. 1/3 ഓഫ് ദി മോട്ടോർ കാർ എക്സ്പെൻസ് റെസ്പെക്ട് ടു പേഴ്സണൽ യൂസ്. 1/3 പേഴ്സണൽ പർപ്പസിനാണ്. അപ്പൊ ബിസിനസ് ഈ പ്രൊഫഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് 2/3 ആണ്. അപ്പൊ 30,000 2/3. അപ്പോൾ സാലറി, കോസ്റ്റ് ഓഫ് മെഡിസിൻ, നേരത്തെ പറഞ്ഞ സർജിക്കൽ എക്യുപ്മെന്റ്സ് അതുപോലെ മോട്ടോർ കാർ ഒക്കെ ക്യാപിറ്റൽ അസറ്റ് ആണ്. അതുകൊണ്ട് ഇതിൽ വരില്ല. പ്രൊഫഷന്റെ എക്സ്പെൻസസ് അല്ല, അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ ഡിപ്രീസിയേഷൻ പ്രൊഫഷന് വേണ്ടി യൂസ് ചെയ്യുന്നത് 2/3 ആണ്. 1/3 പേഴ്സണൽ ആണ്. അപ്പൊ 2/3 ദാറ്റ് ഈസ് 30,000. ദെൻ അതുപോലെ ഡിപ്രീസിയേഷൻ അലൗബിൾ ഓൺ കാർ സർജിക്കൽ എക്യുപ്മെന്റ്സ് 15%. അപ്പോൾ കാറിന്റെ ഡിപ്രീസിയേഷൻ കണ്ടുപിടിക്കണം. കാറിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ 3 lakh ആണ്. 3 lakh 15%. ബട്ട് 1/3 മോട്ടോർ കാർ ഈസ് യൂസ്ഡ് ഫോർ പേഴ്സണൽ യൂസ്. അപ്പൊ എത്ര, 2/3 മാത്രമേ ഡിപ്രീസിയേഷൻ ഇതിൽ ഡിഡക്ട് ചെയ്യാൻ പാടുള്ളൂ. സോ ഡിപ്രീസിയേഷൻ ആദ്യം ചെയ്യേണ്ടത് 3 lakh 15%, ദെൻ ഇൻറ്റു 2/3, 30,000. ദെൻ കാർ എക്സ്പെൻസ് നേരത്തെ പറഞ്ഞു, അതിന്റെ 2/3 20,000. ദെൻ റെന്റ് ഓഫ് ക്ലിനിക്കിന്റെ റെന്റ്. അപ്പോൾ ക്ലിനിക്കിന്റെ റെന്റ് നോക്കാം. ദാറ്റ് ഈസ് റെന്റ് ഓഫ് ക്ലിനിക് ദാറ്റ് ഈസ് 10,000. അപ്പോൾ ഈ 10,000 റെന്റ് ദാറ്റ് ഈസ് റിലേറ്റിംഗ് ടു ദ പ്രൊഫഷൻ, കാരണം ക്ലിനിക്ക് നടത്താനുള്ള റെന്റ് ആണ്. ദെൻ ജനറൽ എക്സ്പെൻസ് ദാറ്റ് ഈസ് ആൾസോ റിലേറ്റിംഗ് ടു പ്രൊഫഷൻ. പേഴ്സണൽ എക്സ്പെൻസസ് അതെന്താണ്, പേഴ്സണൽ ആണ്, പ്രൊഫഷണൽ അല്ല. ദെൻ ബാങ്ക് ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് ഓൾസോ നോട്ട് ഫ്രം ദി ബിസിനസ് ഇൻകം, പ്രൊഫഷണൽ ഇൻകം. പേഴ്സണൽ എക്സ്പെൻസും ബാങ്ക് ഇൻട്രസ്റ്റും അതുപോലെ ബാലൻസ് ക്യാരി ഡൗണും വേണ്ട, ബാക്കിയെല്ലാം എടുക്കുക. ദെൻ വേറൊരു ഡിപ്രീസിയേഷൻ ബാക്കിയുണ്ട്, സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ 15%, ആ ഡിപ്രീസിയേഷനും. ഇത്രയും എക്സ്പെൻസസ് ആണ് വരുന്നത്. അപ്പോൾ എക്സ്പെൻസ് നോക്കാം. സാലറി, കോസ്റ്റ് ഓഫ് മെഡിസിൻസ്, സർജിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് മോട്ടോർ കാർ പർച്ചേസ് ക്യാപിറ്റൽ അസറ്റ്സ് ആണ്. സോ ദാറ്റ് ഐറ്റംസ് നോട്ട് കം അണ്ടർ പ്രൊഫഷണൽ എക്സ്പെൻസസ്. ദെൻ കാർ എക്സ്പെൻസസ് എടുക്കുമ്പോൾ 1/3 മാത്രം പേഴ്സണൽ ആയതുകൊണ്ട് 2/3 എടുക്കുക. ദെൻ റെന്റ് ഓഫ് ക്ലിനിക്ക്, ജനറൽ എക്സ്പെൻസസ്, പേഴ്സണൽ എക്സ്പെൻസസ്, ബാങ്ക് ഇൻട്രസ്റ്റ് നോട്ട് റിലേറ്റിംഗ് ടു ദി പ്രൊഫഷണൽ എക്സ്പെൻസസ്, അതുകൊണ്ട് ഇത് എടുക്കാൻ പാടില്ല. ദെൻ ഡിപ്രീസിയേഷൻ, സർജിക്കൽ എക്യുപ്മെന്റ്സിന്റെ 15% കാറിൽ എടുക്കുമ്പോൾ 3 lakh 15% ഇൻറ്റു 2/3. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് പ്രൊഫഷണൽ ഇൻകം കിട്ടും. ദെൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോളോയിങ് ഇസ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് മിസ്റ്റർ റാവു. അതിൽ തന്നിട്ടുണ്ട് എക്സ്പെൻസസും ഇൻകംസും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം എന്താ ചെയ്യേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് എടുക്കുക. ഇത് ബിസിനസ് ആണ്, നേരത്തെ പറഞ്ഞ പ്രൊഫഷൻ ആണ്. സോ ഫസ്റ്റ് വൺ നെറ്റ് പ്രോഫിറ്റ് എടുക്കുക. കുറെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഫസ്റ്റ് നെറ്റ് പ്രോഫിറ്റ് എടുക്കാം, 1,66,000. ദെൻ നമുക്ക് നോക്കാം ഐറ്റംസ് അലൗബിൾ ആയിട്ടുള്ളത് എടുക്കുക. സാലറി, ജനറൽ എക്സ്പെൻസസ്, കോൺട്രിബ്യൂഷൻ ടു എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട്, അഡ്വർടൈസ്മെന്റ്, ജനറൽ എക്സ്പെൻസസ്, വെൽത്ത് ടാക്സ്,